നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനികളിൽ ഒരെണ്ണമാണ് ആപ്പിൾ കമ്പ്യൂട്ടർ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ആപ്പിൾ പ്രൊഡക്ട്സിന്റെ വിജയത്തിൽ വളരെ നിർണായകമായ സ്ഥാനമുള്ളത് അതിന്റെ ലോഗോയ്ക്കാണ്. നാം ഇന്ന് കാണുന്ന ആപ്പിളിന്റെ ലോഗോ ഒരു വലിയ പരിണാമദിശയ്ക്ക് ശേഷമുള്ളതാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. 1976 സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വാസ്നിയാക്കും റൊണാൾഡ് വെയ്നും കൂടിയാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന് തുടക്കം കുറിച്ചത്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ റൊണാൾഡ് വെയ്ൻ തന്റെ ഷെയറുകളെല്ലാം വിറ്റഴിക്കുകയുണ്ടായി. $800 വിറ്റത്. ഇതിന്റെ ആദ്യത്തെ ലോഗോ ഐസക് ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ചിത്രത്തോടു കൂടിയതായിരുന്നു. കോ ഫൗണ്ടറായിരുന്ന റൊണാൾഡ് വെയ്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ 1977 ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റീവ് ജോബ്സിന് തോന്നുകയുണ്ടായി ഈ ലോഗോ ഔട്ട്ഡേറ്റഡ് ആണെന്നും ആൾക്കാരെ കൃത്യമായി ഒന്ന് അട്രാക്ട് ചെയ്യുന്ന ഘടകമൊന്നും അതിലില്ലെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം അന്നത്തെ വളരെ പ്രശസ്തനായ ലോഗോ ഡിസൈനറായിരുന്ന റോബ് ജെനോഫിനെ കൊണ്ട് പുതിയൊരു ലോഗോ ഡിസൈൻ ചെയ്യിപ്പിക്കുകയുണ്ടായി. അതായിരുന്നു ആപ്പിളിന്റെ സെക്കൻഡ് ജനറേഷൻ ലോഗോയെ വന്നത്. മഴവിൽ വർണ്ണത്തോടു കൂടിയ ആപ്പിൾ, പല നിറങ്ങളിലുള്ള ഒരു ആപ്പിൾ, അതിനോട് ചേർന്ന് ആപ്പിൾ എന്ന് എഴുതിയിരിക്കുന്നു. ഇതായിരുന്നു ആപ്പിളിന്റെ അടുത്ത ലോഗോ. 1984 അതിന്റെ തേർഡ് ജനറേഷനിലേക്ക് മാറുന്നത്. ആപ്പിൾ എന്ന് എഴുതിയിരുന്നത് അവരെടുത്ത് മാറ്റുകയുണ്ടായി. മഴവിൽ നിറത്തുള്ള ആപ്പിൾ മാത്രമെന്ന നിലയിലേക്ക് ആ ലോഗോ മാറി. അതായിരുന്നു അടുത്ത ജനറേഷനിലെ ആപ്പിളിന്റെ ലോഗോ. ഇതിനിടയ്ക്ക് ചില സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. 1986 സ്റ്റീവ് ജോബ്സിന് ആ കമ്പനി വിടേണ്ടി വന്നു. കമ്പനിക്കുള്ളിലെ കുറച്ച് ഇന്റേണൽ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് അവിടെ നിന്ന് മാറിയത്. അങ്ങനെ 1997 സ്റ്റീവ് ജോബ്സ് കമ്പനിയിലേക്ക് മടങ്ങി വരുന്നത്. കമ്പനി ഏകദേശം ബാങ്ക്രപ്റ്റ് ആവുന്നതിന് തൊട്ടടുത്ത് നിൽക്കുമ്പോഴാണ് സ്റ്റീവ് ജോബ്സ് കമ്പനിയിലേക്ക് തിരികെ വരുന്നതും ചുമതല ഏറ്റെടുക്കുന്നതും. ആ കമ്പനി മുഴുവൻ റീവാമ്പ് ചെയ്യേണ്ട ഒരു ചുമതലയിലേക്ക് സ്റ്റീവ് ജോബ്സ് മാറിയിരുന്നു. അങ്ങനെ 1998 കമ്പനി ലോഗോ വീണ്ടും മാറ്റി. സ്കൈ ബ്ലൂ കളർ ആപ്പിളിലേക്ക് അത് മാറി. അതായത് മഴവിൽ കളറിൽ നിന്നും സ്കൈ ബ്ലൂ കളർ ആപ്പിളിലേക്ക് മാറുകയും പിന്നീട് അത് ബ്ലാക്ക് ആപ്പിളിലേക്ക് മാറുകയും ചെയ്തു. 2001 പിന്നീട് മാറ്റം സംഭവിച്ചത്. 2001 മുതൽ 2007 വരെ അക്വ തീമായിരുന്നു ഈ പറയുന്ന ലോഗോ ഉണ്ടായിരുന്നത്. പിന്നീട് 2007 അതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോ, വൈറ്റ് ഷെയ്ഡിലുള്ള ലോഗോയിലേക്ക് ഇത് മാറി. അധികം ആർക്കും അറിയാതെ വേറൊരു കാര്യങ്ങളുണ്ട്. ആപ്പിളിന് ഒരു വസ്ത്ര ബ്രാൻഡ് ഉണ്ടായിരുന്നു. 1986 സ്റ്റാർട്ട് ചെയ്തത്. ആപ്പിൾ അപ്പാരൽസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഷർട്ട്സും ആക്സസറീസും സ്പോർട്സ് വെയർസും ഒക്കെ ആയിരുന്നു ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ആൾക്കാർക്ക് പോലും ആപ്പിളിന്റെ ലോഗോ വളരെ ഹൃദയസ്ഥമാണ്. എല്ലാവർക്കും തിരിച്ചറിയാം ആപ്പിളിന്റെ ലോഗോ. അത്രയ്ക്കും ക്യാച്ചിങ് ആണ്, അത്രയ്ക്കും അട്രാക്റ്റീവ് ആണ് ആ ലോഗോ. ആപ്പിൾ എന്ന പേര് ആ കമ്പനിക്ക് വരുന്നതിന് പിന്നിൽ പല പല കഥകളും ഊഹാഭോഹങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സത്യാവസ്ഥ, സ്റ്റീവ് ജോബ്സ് ഒരു ഫ്രൂട്ടേറിയൻ ഡയറ്റ് പിന്തുടരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടായിരുന്നു ആപ്പിൾ. അങ്ങനെ അദ്ദേഹം തന്നെ ഇട്ട പേരായിരുന്നു ആപ്പിൾ എന്നുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള പേര് വേണമെന്ന് അതിന് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയപ്പെടുകയും വേണം. ആ രീതിയിലാണ് അദ്ദേഹം ഈ ബ്രാൻഡിനെ മാറ്റിയെടുത്തത്.